യുവത്വകാലം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ഘട്ടമാണ്, പ്രാധാന്യമുള്ള സന്ദർഭമാണ് യുവത്വകാലം. പരലോകത്ത് വരുമ്പോൾ മനുഷ്യരോട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു മനുഷ്യന്റെയും കാൽപ്പാടുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കണമെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിൽ ചോദിക്കുന്ന ഒന്ന് അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കുന്നു. വഅൻ ശബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കുന്നു. ആയുസ്സിനെ കുറിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമാണ് യുവത്വം. പക്ഷേ യുവത്വത്തെ കുറിച്ച് പ്രത്യേകം ചോദ്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ട്, അവന്റെ ആരോഗ്യത്തെ പറ്റി ചോദ്യമുണ്ട്, അവന്റെ അറിവിനെ കുറിച്ച് ചോദ്യമുണ്ട്. ശബാബ്, ആ യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേക ചോദ്യമുണ്ട് എന്നാണ്. കാരണം യുവത്വകാലമാണ് മനുഷ്യർ വഴിതെറ്റുവാൻ ഏറെ സാധ്യതയുള്ള ഘട്ടം. ഏതൊരു കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഘട്ടവും യുവത്വകാലം തന്നെയാണ്. ആ യുവത്വകാലം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും നല്ലതിൽ കഴിയുകയും ചെയ്തിട്ടുള്ള ആൾ അർശിന്റെ അല്ലാഹുവിന്റെ തണൽ ലഭിക്കുവാൻ സൗഭാഗ്യം ലഭിക്കുന്ന വ്യക്തിയാണ്. ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇപ്പോൾ നാം യുവത്വകാലമാണ്, ഈ യുവത്വകാലത്ത് വേണ്ടുപോലൊക്കെ ജീവിക്കണമെന്നാണ്. അങ്ങനെയാണ് ഭാഷയും ശൈലിയൊക്കെ, അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കുക. പിന്നെ 30 ആയി നിരയൊക്കെ തുടങ്ങുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ, അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇബാദത്ത് തുടങ്ങി പള്ളി കമ്മിറ്റിയിലൊക്കെ മെമ്പറായി നാട്ടിലും വീട്ടിലൊക്കെ ഒന്ന് ഉഷാറായി. അതുവരെയുള്ള കാലം അത് പിന്നെ മതവും ജീവിതവും നോക്കേണ്ടതില്ല. അങ്ങനെ 30-35 വയസ്സ് വരെയൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നിങ്ങനെ നീട്ടിവെക്കുന്ന പല ആളുകളെയും സമൂഹത്തിൽ കാണാൻ കഴിയും. ആരാ ഗ്യാരണ്ടി പറഞ്ഞ 30 വയസ്സ് ജീവിക്കും, 35 വയസ്സ് ജീവിക്കും? അത്രയും പ്രായമായിട്ട് പിന്നെ നന്നായി ജീവിക്കാൻ നമ്മൾ ഒരുങ്ങി തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുമെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുകയാണല്ലോ, അത്രയും കൊല്ലം നമ്മൾ തോന്നിയാസേരി ജീവിക്കാം, പിന്നെ നമുക്ക് നന്നായിട്ട് തൗബ ചെയ്യാം, അപ്പൊ എന്താണ് സ്വീകരിച്ചോളൂ. അത് നമ്മുടെ തീരുമാനമാണ്. ആ തൗബ സ്വീകരിക്കാൻ അള്ളാഹ് കാത്തിരിക്കുന്നെങ്കിലല്ലേ. അത്തരം കുതന്ത്രം ഉദ്ദേശിക്കുന്ന ഒരാളുടെ തൗബ അള്ളാഹ് സ്വീകരിക്കുന്ന ആരെയും പറഞ്ഞത്? എത്ര യുവാക്കൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവത്വകാലം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുവാക്കൾ വലിയൊരു പങ്കാണ് വഹിച്ചത്. ഇസ്ലാമിന്റെ വിജയത്തിലും പ്രചരണത്തിലും സമൂഹത്തിന് വേണ്ടിയുള്ള ഹിദ്മകളിലും സേവനങ്ങളിലുമെല്ലാം യുവാക്കൾ നിർവഹിച്ച പങ്ക് കുറച്ചൊന്നുമായിരുന്നില്ല. മദീനയിൽ നല്ലൊരു യുവസംഘം ഉണ്ടായിരുന്നു. 70 ആളുകളുണ്ടവർ. പഠനത്തിൽ അവർ സജീവമാണ്, സേവനത്തിലും സജീവമാണ്. ആ യുവസംഘത്തെ അറിയപ്പെട്ടത് ഖുർആ എന്ന പേരിലാണ്. ഖുർആൻ പണ്ഡിതന്മാർ, ഖുർആൻ പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളുകൾ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ അവർ മരുഭൂമിയിലേക്ക് പോകും, വിറക് വെട്ടി ശേഖരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ വിറക് കൊണ്ടുവന്ന മാർക്കറ്റിൽ വിറ്റ് കിട്ടുന്ന പണം പ്രവാചകന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. എന്തിന്? അവിടെ സുഫയിൽ കുറെ ആളുകൾ താമസിക്കുന്നു. മദീന പള്ളിയുടെ ബാക്ക് സൈഡിൽ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന അഭയാർത്ഥികളായി വന്ന ആളുകൾ താമസിക്കുന്നത്. അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഫണ്ട് ഈ സംഘമായിരുന്നു ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നത്. ഇശാ വരെ അവർ പള്ളിയിലുണ്ട്, ഖുർആൻ പഠിക്കുകയാണ്. ഇശാ കഴിഞ്ഞാൽ മരുഭൂമിയിൽ വിറക് ശേഖരിക്കുന്നു, പ്രഭാതത്തിൽ അത് കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുന്നു. ഇങ്ങനെ ഒരു സംഘം ഖുർആനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുവസംഘം മദീനത്തുണ്ടായിരുന്നു. അങ്ങനെ ടീമായിക്കൊണ്ട് അവർ പ്രവർത്തിച്ചു.
അതാണ് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വളർന്നു വന്ന യുവാവ് ആ യുവത്വകാലം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചവരാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാന സദസ്സിൽ അവരുണ്ട്, സേവനത്തിന്റെ മേഖലകളിലുണ്ട്. എല്ലാ തലങ്ങളിലും ഇത്തരം യുവാക്കളുടെ സജീവമായ സാന്നിധ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചരിത്രം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. വീട്ടിൽ നിന്ന് മാതാവ് പുറത്താക്കി. ധനികനായി സമ്പന്നനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. മക്കയിൽ അറിയപ്പെടുന്ന വലിയ കച്ചവടക്കാരൻ. എല്ലാ ജീവിത സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. നടന്നു പോകുന്ന വഴിയിലൂടെ ഉഹുദിന്റെ വാസന തങ്ങി നിൽക്കുമായിരുന്നു. ആളുകൾ പറയാറുണ്ടായിരുന്നത്രേ, ഇതിലെ മുസ്അബ് പോയിട്ടുണ്ട് എന്ന്. അത്ര സുഖജീവിതം അനുഭവിച്ച മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വഴിയിലും പലയിടങ്ങളിലും കടന്നിറങ്ങുന്ന ഒരവസ്ഥയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അദ്ദേഹം കയറി വരുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. ഉള്ള വസ്ത്രം കീറിയിട്ടുണ്ട്.